സ്വാമി സച്ചിദാനന്ദയെ അറിയാമല്ലോ അല്ലേ? അതെ. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡൻ്റാണ്. ഇദ്ദേഹം ഇപ്പോൾ വലിയ വിപ്ലവം നടത്താനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശം ഒരുക്കുകയാണ് അദ്ദേഹം. അതെ. അപ്പോൾ പിണറായി വിജയന് ഒരു കൂട്ടായിട്ട് മാറുമെന്ന് അറിയത്തില്ല. അല്ല, കേരളത്തിൽ ഇപ്പോൾ ഹിന്ദുക്കളില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കേരളത്തിൽ ഹിന്ദുക്കളില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാർക്കും തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം NSSലെ നായന്മാർ ഹിന്ദു നായന്മാരാണെന്ന് സുകുമാരൻ നായർ ഒരിക്കലും സമ്മതിക്കത്തില്ല. അവർക്ക് നായന്മാരാണ്, പക്ഷേ ഞങ്ങൾ മതേതര നായന്മാരാണ്, ഹിന്ദു നായന്മാരല്ല. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ നാരായണ ഗുരു തന്നെ മതേതരനാണ്. അങ്ങേരൊരു ഹിന്ദു സന്യാസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ വായിൽ പഴമായിരിക്കും, ഒന്നും മിണ്ടത്തില്ല. അപ്പം ഈ ഈഴവരിലും ഹിന്ദുക്കളില്ല, നായന്മാരിലും ഹിന്ദുക്കളില്ല. നാടാർ സമുദായത്തിൽ പണ്ടേ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി. അപ്പം പിന്നെ കേരളത്തിൽ ഉള്ള ഹിന്ദുക്കൾ ഏത് സമുദായത്തിൽ നിന്നുള്ളതാണെന്ന് ആദ്യം പറയാം, നമുക്കറിയത്തില്ല. അപ്പോൾ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടോ, അദ്ദേഹം മതേതര സന്യാസിയാണെന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു സന്യാസി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം ഈ മതേതരം എന്നുള്ള വാക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുത്തിച്ചേർക്കുന്നത് തന്നെ 1971 ഭരണഘടനയുടെ 42ാം ഭേദഗതിയോടെയാണ്. നാരായണഗുരു അതിനു മുമ്പ് മരിച്ചെന്നാണ് എൻ്റെ വിവരം. അതിന് മുമ്പേ അങ്ങേരെങ്ങനെ മതേതര സന്യാസി ആയി എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അത് ഏത് ടൈപ്പിലുള്ളതാണെന്ന് അറിയത്തില്ല. അപ്പോൾ തീയരിൽ ഹിന്ദുക്കളില്ല, ഈഴവരിൽ ഹിന്ദുക്കളില്ല, നായന്മാരിൽ ഹിന്ദുക്കളില്ല, നാടാരിൽ ഹിന്ദുക്കളില്ല. അപ്പോൾ ഹിന്ദുക്കൾ എവിടെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഞാൻ വേറൊരു പരാമർശത്തിലോട്ട് വരികയാണ്. മുമ്പ് പ്രശസ്തനായ NV കൃഷ്ണവാര്യർ സാർ എഴുതിയ ഒരു കുങ്കുമത്തിൽ ആണെന്ന് തോന്നുന്നു, പുള്ളിയാരുടെ പുസ്തകത്തിലാണ് ഞാൻ വായിച്ചത്. കുങ്കുമത്തിൽ എഴുതിയ ഒരു മുഖപ്രസംഗത്തിലാണ് വായിച്ചതെന്ന് തോന്നുന്നു. ഈ കേരളത്തിലെ ഈ ഒരു റിലീജിയസ് പൊളറൈസേഷൻ വരുന്നതിന് മുമ്പാണ് എഴുതിയത്. എനിക്ക് തോന്നുന്നു 79ലോ 80ലോ പുള്ളിക്കാർ എഴുതിയ ഒരു ലേഖനത്തിലാണ് ഞാനത് വായിച്ചത്. അതേപോലെ എനിക്ക് SNDPയുടെ യോഗത്തിന് പോയാൽ കുഴപ്പമില്ല, KPMSൻ്റെ യോഗത്തിന് പോയാലും കുഴപ്പമില്ല, നായർ സമുദായത്തിൻ്റെ യോഗത്തിന് പോയാലും കുഴപ്പമില്ല. പക്ഷേ ഇവരെല്ലാവരും കൂടെ ചേർത്ത് ഹിന്ദുവിൻ്റെ ഏതെങ്കിലും ഒരു യോഗത്തിന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NV കൃഷ്ണവാര്യരെ ചെരുവാരി അറിയാൻ തുടങ്ങും എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. ഇത് 79ൽ അദ്ദേഹം എഴുതിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇവരെല്ലാവരും തീയരാണ്, ഈഴവരാണ്, നായരാണ്, നാടാരാണെന്ന് പറയുന്നതല്ല. അത് ഇവരിലാരും ഹിന്ദുക്കൾ ഉണ്ടെന്ന് ഇവരാരും അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ശബരിമലയുടെ വിഷയം വന്നപ്പോഴത്തേക്ക് വെള്ളാപ്പള്ളി സാറിൻ്റെ വായിൽ ഫെവിക്കോളാണ്, നമ്മളെ നായർ പോപ്പിൻ്റെ വായിൽ ഫെവിക്കോളാണ്, ആരുടെ വായിലും ഒന്നുമില്ല. ഇപ്പം ഒരു സ്വാമി അവതരിച്ചിരിക്കുന്ന സ്വാമി പറയുന്നത് ആർട്ടിക്കിൾ 16 പ്രകാരമാണ് സ്വാമി പറയുന്നത്. ഈ ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് ശിവഗിരി മഠത്തിനും കൂടെ ബാധകമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചേക്കുന്നത്. ആദ്യം സ്വാമി പാൻറ് ഇടട്ടെ, ഷർട്ട് ഇടുന്നതിന് പകരം എന്താ പാൻറ് ഇട്ടാൽ കുഴപ്പം? ഈ കാവ്യ വസ്ത്രത്തിന് പകരം പാൻറ് ഇട്ടാൽ സ്വാമി ആവില്ലെന്നുണ്ടോ? ഇല്ല. അദ്ദേഹം ഷർട്ട് ധരിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. സ്വാമി പാൻറ് ഇട്ടാൽ എന്താ കുഴപ്പം? കുറച്ചുകൂടെ സേഫ് ആവും, ആരും പിടിച്ചയച്ചുകൊണ്ട് പോകില്ല. പണ്ട് ഉണ്ണിത്താനൊക്കെ പറ്റിയത് മാതിരി ആരും പിടിച്ചയച്ചുകൊണ്ട് പോകുന്നില്ല. പിന്നെ സ്ത്രീകൾ ശബരിമലയിൽ കയറുക എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതൊന്ന് നടത്തി കാണിച്ചു തരട്ടെ. ആശ്രമത്തിൻ്റെ അധിപയായിട്ടൊരു സ്ത്രീയെ വന്നതിന് ശേഷം നമുക്ക് ശബരിമലയിലോട്ട് അങ്ങ് കയറാം. ഈ ശബരിമല ആകുമ്പോൾ പിന്നെ എല്ലാവരുടെയും നെഞ്ചത്തിട്ടും കയറാമല്ലോ. കള്ളന്മാർക്കും കയറാം, വാസുവിനും കയറാം, പപ്പനും കയറാം, ഈ സ്വാമിക്കും കയറാം, എല്ലാവർക്കും കയറാമെന്നുള്ളതാണല്ലോ. അയ്യപ്പൻ്റെ നെഞ്ചിൽ ആർക്ക് വേണമെങ്കിലും കയറാം. സുപ്രീം കോടതിയിലെ 4-5 ജഡ്ജിമാർക്കും കയറാം. പക്ഷെ ഇപ്പോൾ ആ വിധി സുപ്രീം കോടതിയുടെ വിപുലമായ ഭരണഘടനാ ബെഞ്ചിന് വിടാനാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ശബരിമലയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും മറവി രോഗമാണ്. പാർക്കിസോണിസൊക്കെ വരുന്നുണ്ട്, ആൽഷിമേഴ്സും പാർക്കിസോണിസും ഒക്കെ വരുന്നുണ്ട്. വെള്ളാപ്പള്ളി ഇതിനെ പറ്റിയിട്ട് ഒന്നുമേ പറയില്ല. മുഖ്യമന്ത്രിയുടെ കാറി കയറാൻ അറിയാം, പക്ഷേ ശബരിമലയിലെ കൊള്ളയെ പറ്റിയിട്ടൊന്നും പറയത്തില്ല. അന്വേഷണത്തെ പറ്റിയിട്ട് യാതൊരു തീരുമാനവും ഇല്ല. ഈ കോൺഗ്രസിൽ നിന്ന് ചെന്നിത്തല കൊണ്ട് ഇങ്ങനെ ഒരു വിവരം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അതിൻ്റെ അടുത്ത ദിവസം രാവിലെ തന്നെ വന്നു സതീശൻ പറഞ്ഞു സീനിയർ നേതാക്കൾ അടുത്ത തവണ മത്സരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന്. അത് അദ്ദേഹത്തെ പോയിട്ട് ബാക്കിയുള്ളവരെ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ചിലർ എണ്ണുമ്പോഴത്തേക്ക് അയാളെ എണ്ണാതെ ബാക്കിയുള്ളവരെ കൂടിയിട്ടാണല്ലോ എണ്ണുന്നത്. അയാൾക്ക് ഇത് ബാധകമല്ല, പക്ഷേ ബാക്കി സീനിയർ ആയിട്ടുള്ള നേതാക്കളെല്ലാം മാറി നിൽക്കണമെന്ന് പറയുന്നത് ചെന്നിത്തല മാറി നിൽക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഈ ഒരു ശബരിമല വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുകയും അതിനുശേഷം സോണിയാഗാന്ധിയുടെ തന്നെ പേര് ഇതിനകത്തോട്ട് വലിച്ചിഴക്കുകയും ചെയ്തപ്പോഴത്തേക്ക് പണ്ടേ ചെന്നിത്തലയെ പറ്റി RSSകാരനാണെന്നുള്ള ഒരു പരാമർശം അവിടെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് മുദ്ര കുത്തി നേരത്തെ അങ്ങ് ഒഴിവാക്കി
സീറ്റിൽ നിന്ന് തന്നെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തും പോകുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ആകെ അയ്യപ്പൻ്റെ രക്ഷയായിട്ടുള്ളത് പാവപ്പെട്ട ലീഗുകാർ മാത്രമേ ഉള്ളൂ. ലീഗുകാർ മാത്രം ഒരു പാരഡിയെങ്കിലും എഴുതി അയ്യപ്പനെ ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ബാക്കി വേറെ ആർക്കും ഇതിനെ പറ്റിയിട്ട് ഒരക്ഷരവും ഉണ്ടാവില്ല. പക്ഷേ ഈ സ്വാമി സച്ചിദാനന്ദ എന്തുകൊണ്ട് ഈ മുസ്ലിം ദേവാലയത്തിൽ കയറി കൈകടത്തുന്നില്ല? അഭിപ്രായം പറയാത്ത എന്താ? അതിൻ്റെ മറുപടി പണ്ട് മദനി കയറിയ സ്ഥലത്താണല്ലോ ഇപ്പോൾ സ്വാമി ഇരിക്കുന്നത്. അതിൻ്റെ മറുപടി സ്വാമിക്കറിയാം. അതിൻ്റെ മറുപടി ജീവിച്ചിരിക്കുന്ന മദനി പറഞ്ഞു തരും. അദ്ദേഹത്തിന് അൽ ശിവഗിരി ആക്കിയത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ശിവഗിരിയിൽ മദനി കയറി കയ്യേറിയ ഒരു സമയം സാറിന് ഓർമ്മയുണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അതെന്തുകൊണ്ട് കയറി എന്നുള്ള കാര്യം അദ്ദേഹം പറയട്ടെ. മദനി എങ്ങനെ ശിവഗിരി മഠത്തിൽ കയറിയെന്നും ആര് കയറ്റിയെന്നും അവിടെ നടന്ന മറ്റു കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ആദ്യം ഈ ദൈവശതകമൊക്കെ പറയുമ്പോഴത്തേക്ക് ആദ്യം ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഹിന്ദു സന്യാസിയാണെന്ന് പറയാൻ ചങ്കുറപ്പുള്ളവർ മാത്രം അതിനെപ്പറ്റി സംസാരിച്ചാൽ മതി. ശ്രീനാരായണ ഗുരുവിനെ പറ്റി അദ്ദേഹത്തെ പോലും മതം മാറ്റി, അദ്ദേഹത്തെ പോലും വേറൊരു മതത്തിൻ്റെ ആളാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇതിനകത്ത് നടക്കുന്നത്. അദ്ദേഹം ആദ്യം ദീക്ഷ കൊടുത്തത് ഒരു ഈഴവനല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം. ദീക്ഷ കൊടുക്കാൻ യോഗ്യനായ ഒരു ഈഴവ സമുദായാംഗത്തെ ആദ്യം ശ്രീനാരായണ ഗുരു കണ്ടില്ല. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ജാതിയും മതമൊന്നും ഇല്ലായിരുന്നു, മെരിറ്റ് മാത്രം നോക്കുന്ന ആളായിരുന്നു. പക്ഷേ ആ സമുദായം ഇപ്പോൾ നോക്കുന്നത് മെരിറ്റല്ല, സംവരണമാണ്. മതേതരത്വവും സംവരണമാണ് അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഈ സ്വാമി സച്ചിദാനന്ദയുടെ ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള, അതെ, കുഞ്ഞൻ നമ്പ്യാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉദരനിമിത്തം ബഹിർകൃത വേഷം. ഈ സ്വാമിയുടെ ഈ വേഷവും ഉദരനിമിത്തമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലാതെ സ്വാമിക്ക് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏതെങ്കിലും ആദർശം എപ്പോഴെങ്കിലും നടപ്പിലാക്കിയതിൻ്റെ ഏതെങ്കിലും ചരിത്രം തന്നെ നമുക്കില്ല. അതങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നപ്പോഴേ ശബരിമല ഉണ്ടായിരുന്നില്ല, അന്നേ അദ്ദേഹത്തിന് ആവാമായിരുന്നില്ല. ആദ്യം ഇവിടെ നടത്തി കാണിക്കട്ടെ, ശിവഗിരി മഠത്തിൽ നടത്തി കാണിക്കട്ടെ, തപസ്വിനിമാരുണ്ടല്ലോ, തപസ്വിനിമാരെയൊക്കെ മഠത്തിൻ്റെ പ്രധാന അധിപതിമാരാക്കട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. ഈ സ്ത്രീ പ്രവേശനം ഇതിനകത്ത് എപ്പോഴും ഈ സ്വർണം പൂശലിൻ്റെ മാതിരി ഇപ്പോഴും ഈ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തെ വാക്കുകളിൽ ഒരു വ്യതിയാനം വന്നുകൊണ്ട് സ്ത്രീ പ്രവേശന വിഷയമല്ല, യുവതീ പ്രവേശന വിഷയമാണ്. ഇനി വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ രജസ്ഥല പ്രശ്നമാണ് അവിടെ ഉള്ളത്. അത് രജസ്ഥല പ്രശ്നം ഇന്നലെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മുസ്ലിം പണ്ഡിതൻ്റെ വാക്ക് കേട്ടു. അദ്ദേഹം പറഞ്ഞു, അത് നമ്മുടെ മതത്തിലുള്ളതാണല്ലോ, സ്ത്രീകൾ രജസ്ഥല ആകുമ്പോഴത്തേക്ക് നോമ്പ് പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇസ്ലാം മതത്തിലുള്ളതാണല്ലോ, അത് ഹിന്ദു മതത്തിൽ മാത്രമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇത് രജസ്ഥല പ്രശ്നമാണ്, അല്ല ശബരിമല സ്ത്രീ വിഷയമല്ല. സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുപേരെയും കൂടെ ചേർത്തതാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഇത് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഈ രജസ്ഥല പ്രശ്നമാണ് ഇതിനകത്തുള്ളത്. അത് രജസ്ഥല ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല, എന്നാൽ നാട്ടിലൊരു അമ്പലത്തിലും പോകുന്നില്ലല്ലോ. എന്താ ഈ കോടതിയിൽ യാതൊരു ഇതും എന്താണെന്നല്ല. ആര്യ രാജേന്ദ്രനെ പോലുള്ള നമ്മുടെ മേയർ ഊട്ടിമാരുണ്ട്, CPM-ൻ്റെ ഒരുപാട് സഹാത്തിമാരുണ്ട്, ഡിഫീഡ് ആൾക്കാരുണ്ട്, ആൾ ഇന്ത്യ വിമൻസ് ഫെഡറേഷൻ്റെ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്താ ശബരിമല ഇതുവരെ കയറാത്തെ? MLA-മാർ തന്നെ എത്ര പേരുണ്ട്? ഇവർക്കൊക്കെ കയറായിരുന്നല്ലോ, മേയർ ഉണ്ടായിരുന്നു. ഇവരെന്താ കയറാത്തെന്താ? അയ്യപ്പൻ വിശ്വാസമുള്ള സഹാത്തികൾ ഒരുപാട് പേരുണ്ടല്ലോ, അവർക്കൊക്കെ കയറായിരുന്നല്ലോ, ആരും തടസ്സപ്പെടുത്തില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.